ബാക്കിയായ ചോറ് ഇനി ആരും കളയാൻ നിൽക്കണ്ട. ഇത് വെച്ചിട്ട് നമ്മൾ അടിപൊളിയായിട്ടുള്ള ഒരു വെറൈറ്റി റെസിപ്പിയാണ് ഇന്ന് ചെയ്യാൻ പോകുന്നത്. എല്ലാവർക്കും ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റും. അതുപോലെ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു റെസിപ്പിയാണ് ഇത്. ഇതിനായിട്ട് നമ്മൾ 2 കപ്പ് ചോറാണ് എടുക്കുന്നത്. അതിലേക്ക് നമുക്ക് പൊടിയായിട്ട് അരിഞ്ഞു വെച്ച ഉള്ളി ഇട്ട് കൊടുക്കാം. പിന്നെ എരിവിനായിട്ട് 1-2 പച്ചമുളക് ചെറിയ കഷ്ണങ്ങളാക്കിയതും കുറച്ച് കറിവേപ്പില ചെറിയ കഷ്ണങ്ങളാക്കിയതും ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിന്റെ കൂടെ തന്നെ നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുക്കാം. പിന്നെ ഒരു 1/4 ടീസ്പൂണ് മഞ്ഞൾപ്പൊടിയും 1 ടീസ്പൂണ് കാശ്മീരി ചില്ലി പൗഡറും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് വേണ്ടത് ഉരുളക്കിഴങ്ങാണ്. ഒരു ഉരുളക്കിഴങ്ങ് നമ്മൾ ഉപ്പിട്ടിട്ട് പുഴുങ്ങിയതിന് ശേഷം അതിന്റെ തൊലിയൊക്കെ കളഞ്ഞിട്ട് ഇതുപോലെ ഇങ്ങനെ ഒന്ന് ഉടച്ചിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നല്ലൊരു ബൈൻഡിങ് കിട്ടാൻ വേണ്ടിയിട്ട് നമുക്കൊരു 2 ടേബിൾ സ്പൂണ് അരിപ്പൊടിയും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇത് നല്ലപോലെ ഒന്ന് കുഴച്ചെടുക്കണം. കൈവച്ചിട്ട് തന്നെ ഇതേപോലെ നന്നായിട്ട് ഉടച്ചിട്ട് നല്ലപോലെ ഒന്ന് കുഴച്ചെടുക്കാം. ഇതിൽ നമ്മൾ എക്സ്ട്രാ വെള്ളമൊന്നും ചേർത്ത് കൊടുക്കരുത്. ഈ ചോറിന്റെയും ഉരുളക്കിഴങ്ങിന്റെയും നനവിൽ തന്നെ നമ്മൾ ഇത് കുഴച്ചെടുക്കണം. നല്ലപോലെ കുഴച്ചെടുത്തിട്ട് ഇതാ ഈ ഒരു കൺസിസ്റ്റൻസിയിലാക്കിയിട്ട് എടുക്കാം. നമ്മൾ കയ്യിൽ വെച്ചിട്ട് ഇതേപോലെ ഇങ്ങനെ ഉരുട്ടാൻ പറ്റണം. ആ ഒരു പാകത്തിലാണ് കേട്ടോ കുഴച്ചെടുക്കേണ്ടത്. പിന്നെ നിങ്ങൾ കുഴക്കുന്ന സമയത്ത് അരിപ്പൊടി കുറച്ചും കൂടി വേണമെങ്കിൽ ഇട്ട് കൊടുത്താലും കുഴപ്പമില്ല. ഒരു 3-4 സ്പൂണോളം നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ്. അപ്പൊ ഇത് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് കയ്യിലേക്ക് കുറച്ച് ഓയിൽ ഇതേപോലെ ആക്കി കൊടുക്കാം. എന്നിട്ട് കുറച്ച് മാവ് എടുത്തിട്ട് ഇതേപോലെ ഉരുട്ടിയിട്ട് നമുക്ക് ഷേപ്പ് ആക്കിയിട്ട് എടുക്കാം. ഞാനിപ്പോ ഫിംഗറിന്റെ ഷേപ്പിലാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. ഇതേപോലെ നന്നായിട്ടൊന്ന് ഉരുട്ടിയെടുത്താൽ മതി. നിങ്ങൾക്ക് വേണമെങ്കിൽ കട്ട്ലേറ്റിന്റെ ഷേപ്പിലോ അല്ലെങ്കിൽ ബോൾ ഷേപ്പിലോ എല്ലാം ഉണ്ടാക്കാൻ പറ്റും. ഞാനിപ്പോ ദാ ഈ ഒരു ഷേപ്പിലാണ് ഉണ്ടാക്കുന്നത്. അപ്പൊ ഇതേപോലെ നമുക്ക് എല്ലാ മാവും റെഡിയാക്കിയിട്ട് എടുക്കാം. പിന്നെ വെള്ളം ചേർത്താൽ ഒരുപാട് ലൂസായി പോകും. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നിങ്ങൾ വെള്ളമൊന്നും ചേർക്കാതെ തന്നെ ഇതേപോലെ കുഴച്ചെടുക്കാൻ വേണ്ടിയിട്ട് നോക്കാം. ആവശ്യത്തിന് മാത്രം അരിപ്പൊടി ചേർത്ത് കൊടുത്താൽ മതി. അപ്പൊ ഇതാ ഞാൻ എല്ലാം ഇതേപോലെ റെഡി ആക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് തുടങ്ങാം. അതിന് വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് ഓയിലോ വെളിച്ചെണ്ണയോ നല്ലപോലെ ചൂടാക്കിയതിന് ശേഷം നമ്മൾ റെഡിയാക്കി വെച്ചതെല്ലാം നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. എണ്ണ നന്നായിട്ട് ചൂടാക്കിയിട്ട് എടുക്കണേ. അപ്പൊ ഇതേപോലെ നമ്മൾ എല്ലാം ഇതിലേക്ക് ഇട്ടതിന് ശേഷം 2 സൈഡും തിരിച്ചു മറിച്ചെല്ലാം ഇട്ടിട്ട് ഫ്രൈ ചെയ്തെടുത്താൽ മതിയാവും. പിന്നെ ഒരേ ഒരു കാര്യം മാത്രം ശ്രദ്ധിക്കുക. നിങ്ങൾ എണ്ണയിലേക്ക് ഇട്ട ഉടനെ തന്നെ ഇത് ഇളക്കി കൊടുക്കരുത്. എണ്ണയിൽ ഇട്ടിട്ട് നമ്മൾ കുറച്ച് സമയം അങ്ങനെ തന്നെ വെക്കുക. എന്നിട്ട് ഒരു സൈഡ് ഫ്രൈ ആയി കഴിഞ്ഞിട്ട് മാത്രം നമ്മൾ ഇതേപോലെ തിരിച്ചിട്ട് കൊടുത്താൽ മതിയാവും. അപ്പൊ ഇതാ ഞാൻ 2 സൈഡും തിരിച്ചു മറിച്ചെല്ലാം ഇട്ടിട്ട് നല്ല ഗോൾഡൻ കളറിൽ ഫ്രൈ ആക്കിയിട്ട് എടുത്തിട്ടുണ്ട്. അപ്പൊ ഇതാ നമ്മുടെ അടിപൊളിയായിട്ടുള്ള ചായക്കടി റെഡി ആയിട്ടുണ്ട്. ഇത് ചോറ് കൊണ്ടാണ് ഉണ്ടാക്കിയതെന്ന് ആർക്കും മനസ്സിലാവില്ല. അത്രയ്ക്കും അടിപൊളി ടേസ്റ്റ് ആണ് കേട്ടാ. എല്ലാവർക്കും ഇഷ്ടപ്പെടും. പ്രത്യേകിച്ച് സോസിന്റെ എല്ലാം കൂടെ കഴിക്കാനാണെങ്കിൽ അടിപൊളിയാണ്. ഇപ്പൊ ചോറെല്ലാം കഴിക്കാത്ത കുട്ടികളാണെങ്കിൽ ഈ ഒരു രീതിയിൽ ഉണ്ടാക്കി കൊടുത്താൽ അവരെന്തായാലും കഴിച്ചോളും. നമുക്ക് ചോറെല്ലാം ബാക്കിയാവുന്ന സമയത്ത് ഇതേപോലെ വൈകുന്നേരം ചായന്റെ കടിയായിട്ട് ഉണ്ടാക്കാവുന്നതാണ്. അപ്പൊ എല്ലാവരും ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക. ഇന്നത്തെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായാൽ മറക്കാതെ ലൈക്കും ഷെയറും കമന്റും ചെയ്യുക. ഇതുപോലുള്ള റെസിപ്പികൾ കാണാനായിട്ട് നമ്മുടെ പേജ് ഫോളോ ചെയ്യാനും യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുതേ.